ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു സവാളയൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂണിനടുത്ത് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണിനടുത്ത് തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ ഒരൊറ്റ മുട്ടയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു മസാല റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് ചിക്കനും ബീഫും ഒക്കെ ചേർത്തിട്ട് സെയിം രീതിയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മസാലയിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ മുട്ടയിലേക്ക് സെപ്പറേറ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഉപ്പ് തന്നെ നമുക്ക് മതിയാവും. ഇനി എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മുട്ട എത്തുന്ന രീതിയിൽ ഈ ഒരു മുട്ട നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ മിക്സായിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മുടെ ഇഡ്ഡലി ബാറ്ററാണ്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി ബാറ്റർ കറക്റ്റായിട്ട് തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത്യാവശ്യമുള്ളവർ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് അതുപോലെ സ്റ്റീമറിൽ ഞാൻ അല്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തട്ടിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ഇതേപോലെ തന്നെ നമ്മുടെ ഓരോ തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ടും നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഓരോ തട്ടിലും ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മസാല കൂടെ വരുമ്പോൾ നമുക്കത് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിന് മുകളിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് പരത്തിയിട്ട് വേണം കേട്ടോ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് എല്ലാത്തിനും മുകളിലും നമ്മുടെ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാല ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ നമ്മൾ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നും ഒരേ രീതിയിൽ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ഓരോന്നും ഇനി ഇഡ്ഡലി തട്ടിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ മസാലയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഡിന്നറായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.